നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നാലാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വിത്ത് C++ ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ വരെ പഠിച്ചതെന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്തതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ ചാപ്റ്റർ തൊട്ട് നമ്മളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുകയാണ്. നമ്മൾ കണ്ടുപിടിച്ച് വെച്ച ഒരു സൊല്യൂഷൻ എങ്ങനെ നമുക്ക് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ച് ചെയ്ത് അതിൻ്റെ റിസൾട്ട് കിട്ടാം എന്നുള്ള കാര്യങ്ങളാണ് ഇനി നമ്മളിതിനകത്ത് പഠിക്കുന്നത്. അപ്പോൾ ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ നമുക്കുണ്ട്. അതിൽ നമ്മൾ നിലവിൽ ഈ വർഷം പഠിക്കുന്നത് C++ എന്ന് പറഞ്ഞ ലാംഗ്വേജ് ആണ്. അപ്പോൾ ആദ്യം C++ എന്താണെന്നുള്ളത് ഫസ്റ്റ് ഇവിടെ ഇൻട്രൊഡക്ഷൻ പാർട്ടിലുണ്ട്. C++ ഈസ് എ പവർഫുൾ പോപ്പുലർ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നൊരു ടെക്നോളജിയാണ് ഇവിടെ വരുന്നത്. അതിൻ്റെ ഷോർട്ട് ഫോമാണ് OOP എന്ന് നമ്മൾ പറയുന്നത്. ദെൻ ഇത് ഡെവലപ്പ് ചെയ്ത ആളുടെ പേര് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ C എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ കുറച്ചും കൂടി ഒരു ബെറ്റർ വേർഷനാണ്, അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടി കൂടിയൊരു വേർഷനാണ് C++ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ നിലവിൽ പഠിക്കുന്നത് C++ ആണ്. അപ്പോൾ ആദ്യം തന്നെ ഈ ലാംഗ്വേജിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് ക്യാരക്ടർ സെറ്റ്. നമുക്കറിയാം ഏതൊരു ലാംഗ്വേജ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ആദ്യം പഠിക്കുന്നത് അതിനകത്ത് ആൽഫബറ്റ്സ് കാര്യങ്ങളാണ്. ഇപ്പോൾ ഇംഗ്ലീഷോ ഹിന്ദിയോ മലയാളം ഏതാണെങ്കിലും ആദ്യം നമ്മൾ നോക്കുന്നത് അതിനകത്തുള്ള ആൽഫബറ്റ്സിനെ കുറിച്ചാണ്. അതിനുശേഷമാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ C++ ലാംഗ്വേജ് ഓൾസോ ഹാസ് ഇറ്റ്സ് ഓൺ ആൽഫബറ്റ്. വിത്ത് റിഗാർഡ് ടു എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ദ ആൽഫബറ്റ് ഈസ് നോൺ ആസ് എ ക്യാരക്ടർ സെറ്റ്. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് വാലിഡ് സിംബൽസ് കോൾഡ് ക്യാരക്ടേഴ്സ് സെറ്റ്. It is a set of valid symbols called characters that a language can recognize. A character set represents any letter, digit, or any other symbol. The set of valid characters in a language, which is the fundamental units of that language, is collectively known as character set. ഒരു ലാംഗ്വേജിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന വാലിഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ആ ലാംഗ്വേജിൻ്റെ ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ C++ലെ ക്യാരക്ടർ സെറ്റ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇത്തരത്തിൽ 5 ടൈപ്സ് ഉണ്ട് C++ലെ ക്യാരക്ടർ സെറ്റ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലെറ്റേഴ്സാണ്. ഈ ലെറ്റേഴ്സിൽ തന്നെ നമ്മുടെ അപ്പർ കേസും ലോവർ കേസും, അതായത് A to Z വരെയുള്ള ആൽഫബറ്റ്സിൽ അപ്പർ കേസും ഉണ്ടാവും, അതിൽ തന്നെ ലോവർ കേസും ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. പിന്നെ ഉള്ളത് ഡിജിറ്റ്സ് ആണ്. 0 to 9 വരെയുള്ള എല്ലാ ഡിജിറ്റ്സും ഇതിൽ വരുന്ന ഒരു വാലിഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. പിന്നെ വരുന്നത് സ്പെഷ്യൽ ക്യാരക്ടേഴ്സാണ്. അതായത് ഈ പറഞ്ഞ പോലെയുള്ള സിമ്പിൾസ് പ്ലസ് മൈനസ് അതുപോലെ തന്നെ സ്ലാഷുകൾ, കോഡ്സ്, ഹാഷ്, അറ്റ് സിമ്പിൾ, അങ്ങനെ വരുന്ന ഈ ക്യാരക്ടേഴ്സ് എല്ലാം നമ്മൾ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉള്ളൊരു കാറ്റഗറിയിലാണ് പറയുന്നത്. പിന്നെ വരുന്നത് വൈറ്റ് സ്പേസസ് ആണ്. അതായത് നമ്മുടെ എൻ്റർ അല്ലെങ്കിൽ സ്പേസ്, ടാബ്, ന്യൂ ലൈൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വൈറ്റ് സ്പേസസ് എന്നുള്ളൊരു കാറ്റഗറിയിൽ പറയുന്നു. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അതർ ക്യാരക്ടേഴ്സ്. അതായത് ASCII വാല്യൂ അനുസരിച്ച് വേറെയും കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിനെല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ അതർ ക്യാരക്ടേഴ്സ് എന്നുള്ളൊരു കാറ്റഗറിയിലാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് വൈറ്റ് സ്പേസിനെ കുറിച്ചൊന്ന് പറഞ്ഞിട്ടുണ്ട്. സ്പേസസ്, ടാബ്സ് ആൻഡ് ന്യൂ ലൈൻസ് ആർ കോൾഡ് വൈറ്റ് സ്പേസസ്. വൈറ്റ് സ്പേസ് ഈസ് റിക്വയർഡ് ടു സെപ്പറേറ്റ് അഡ്ജസൻറ്റ് വേർഡ്സ് ആൻഡ് നമ്പേഴ്സ്. അപ്പോൾ ഇനി അടുത്ത നമ്മൾ പറയുന്നത് ടോക്കൺസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അതായത് നമ്മളിപ്പോൾ നിലവിൽ ഒരു ലാംഗ്വേജിലുള്ള ആൽഫബറ്റുകളെ കുറിച്ച് പഠിച്ചു, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിനെ കുറിച്ച് പഠിച്ചു. പിന്നെ അടുത്തത് ഈ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ആൽഫബറ്റ്സ് ചേർത്ത് വരുന്ന ഓരോ വേർഡ്സ് ആണ്. അതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ടോക്കൺ എന്ന് പറയുന്നത് വേർഡ് എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ടേം ടോക്കൺ ഇൻ ദ C++ ലാംഗ്വേജ് ഈസ് സിമിലർ ടു ദ ടേം വേർഡ് ഇൻ നാച്ചുറൽ ലാംഗ്വേജസ്. Tokens are the fundamental building blocks of the program. They are also known as lexical units. ഈ ഡെഫിനിഷൻ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വയ്ക്കുക. ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ദി പ്രോഗ്രാം, they are also known as lexical units. ദെൻ നമുക്കിനി 5 ടൈപ്പ് ടോക്കൺസ് ഉണ്ട്. അതിൽ ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കീവേഡ്സ്, ദെൻ ഐഡൻറ്റിഫയേഴ്സ്, ലിറ്ററൽസ്, പങ്ക്ച്വേറ്റേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. ഇതാണ് 5 ടൈപ്സ് ഓഫ് ടോക്കൺസ്. ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഇതിന് ഓരോന്നിനെക്കുറിച്ച് നമുക്ക്
ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ടോക്കൺസിലെ ആദ്യത്തെ ടോക്കൺ പറയുകയാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കീവേഡ്സ്. അപ്പോൾ ആദ്യം തന്നെ ഡെഫിനിഷൻ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. The words that convey a specific meaning to the language compiler are called keywords. These are also known as reserved words, as they are reserved by the language for special purposes and cannot be redefined for any other purposes. അതായത് നമ്മൾ ലാംഗ്വേജ് കമ്പൈലർ എന്താ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഈ ലാംഗ്വേജ് കമ്പൈലറിലേക്ക് ഒരു കൃത്യമായിട്ടുള്ളൊരു മീനിങ് കൊടുക്കുക എന്നുള്ളതാണ് കീവേഡ്സ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അത് ഓരോന്നൊരു റിസർവ്ഡ് ആയിട്ടുള്ള വേർഡ്സ് ആണെന്ന് നമുക്ക് പറയാം. ഇതിനൊക്കെ ഓൾറെഡി പർട്ടിക്കുലർ മീനിങ് ലാംഗ്വേജ് കമ്പൈലറിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ തരത്തിലുള്ള കീവേഡ്സിനെ നമുക്ക് വേറൊരു പർപ്പസിനും ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ നമ്മൾ C++ൽ സാധാരണ ഉപയോഗിക്കുന്ന കുറച്ച് കീവേഡ്സ് ഇവിടെ ഒരു ടേബിളായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മളിനി പതുക്കെ പ്രോഗ്രാമുകളിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നമ്മൾ ജസ്റ്റ് പഠിച്ചു വയ്ക്കുക. ഇപ്പോൾ ഫ്ലോട്ട്, കേസ്, ബ്രേക്ക്, അങ്ങനെ ഏതെങ്കിലും സിമ്പിളായിട്ടുള്ള ഒന്ന് രണ്ട് എക്സാമ്പിളുകൾ നമ്മൾ തൽക്കാലം പഠിച്ചു വയ്ക്കുക. ടോക്കൺസിലെ രണ്ടാമത്തെ ടൈപ്പാണ് ഐഡൻറ്റിഫയേഴ്സ്. അപ്പോൾ സാധാരണ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഓരോ സ്ഥലം അല്ലെങ്കിൽ ആളുകൾ അല്ലെങ്കിൽ ഓരോ ഒബ്ജക്റ്റ് അങ്ങനെയുള്ള ഓരോന്നിനും നമ്മൾ ഓരോ നെയിംസ് അസൈൻ ചെയ്യാറുണ്ട് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ തന്നെ C++ൽ നമ്മൾ ഐഡൻറ്റിഫയേഴ്സ് ഇതേ പർപ്പസിന് വേണ്ടിയിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഐഡൻറ്റിഫയേഴ്സ് ആർ ദ യൂസർ ഡിഫൈൻഡ് വേർഡ്സ് ദാറ്റ് ആർ യൂസ്ഡ് ടു നെയിം ഡിഫറെൻറ്റ് പ്രോഗ്രാം എലമെൻറ്റ്സ് സച്ച് ആസ് memory locations, statements, functions, objects, classes, etc. The identifiers of memory locations are called variables. The identifiers assigned to statements are called labels. The identifiers used to refer a set of statements are called function names. അപ്പോൾ C++ലെ വിവിധ കാര്യങ്ങളെ നമുക്ക് തിരിച്ചറിയാനായിട്ട് ഓരോരോ പേരുകളാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇത് യൂസർ ഡിഫൈൻഡ് ആണ്, നമുക്ക് യൂസറിന് ഇഷ്ടമുള്ള രീതിയിലാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ മെമ്മറി ലൊക്കേഷൻസ്, ഓരോ ഡേറ്റയൊക്കെ സ്റ്റോർ ചെയ്യുന്ന മെമ്മറി ലൊക്കേഷൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിന് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നു. പിന്നെ അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ്സിനെയൊക്കെ നമ്മൾ ചിലപ്പോൾ ഐഡൻറ്റിഫയേഴ്സ് വെച്ച് അസൈൻ ചെയ്യാറുണ്ട്, അതിനെ നമ്മൾ ലേബിൾസ് എന്ന് വിളിക്കും. അതുപോലെ തന്നെ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമ്മൾ ഐഡൻറ്റിഫയേഴ്സ് ഉപയോഗിച്ച് റെഫർ ചെയ്യാറുണ്ട്, അതിനെ നമ്മൾ ഫംഗ്ഷൻ നെയിം എന്നും പറയുന്നുണ്ട്. ഇതിന് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് വരുന്നുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ഇനി അടുത്തത് നോക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഐഡൻറ്റിഫയേഴ്സിന് നെയിം ചെയ്യുമ്പോൾ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അത് സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്താലാണ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതെന്തൊക്കെയാണ് ആ റൂൾസ് എന്നുള്ളതാണ് ഇവിടെ ഈ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ റൂൾസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നതിനെയാണ് നമുക്ക് വാലിഡ് ആയിട്ടുള്ളൊരു ഐഡൻറ്റിഫയർ എന്ന് പറയാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാക്കുകളാണ് നമുക്ക് നമ്മുടെ പ്രോഗ്രാമിങ്ങിൽ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ റൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഐഡൻറ്റിഫയർ ഈസ് ആൻ ആർബിട്രറി ലോങ് സീക്വൻസ് ഓഫ് ലെറ്റേഴ്സ്, ഡിജിറ്റ്സ് ആൻഡ് അണ്ടർസ്കോഴ്സ്. അപ്പോൾ അതായത് ഐഡൻറ്റിഫയറിൽ ലോങ് സീക്വൻസ് ആണ്, അതിൻ്റെ ലെങ്ത്ത് എത്ര വേണമെങ്കിലും ആകാം. ദെൻ അതിനകത്ത് വരുന്നത് ലെറ്റേഴ്സ്, ഡിജിറ്റ്സ്, അതുപോലെ തന്നെ അണ്ടർസ്കോർ, ഈ കാര്യങ്ങളൊക്കെ ചേർന്നിട്ടായിരിക്കും വരുന്നത്. ദെൻ അടുത്ത റൂൾ എന്ന് പറയുന്നത്, ദ ഫസ്റ്റ് ക്യാരക്ടർ മസ്റ്റ് ബി എ ലെറ്റർ ഓർ അണ്ടർസ്കോർ. അതായത് ആ ഐഡൻറ്റിഫയറിൻ്റെ പേര് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു ലെറ്റർ ആയിരിക്കണം. അതായത് A to Z ഉള്ള ഏതെങ്കിലും ഒരു ലെറ്റർ ആയിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അണ്ടർസ്കോർ ആയിരിക്കണം. ദെൻ മൂന്നാമത്തേന്ന് പറയുന്നത്, വൈറ്റ് സ്പേസസ് ആൻഡ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആർ നോട്ട് അലൗഡ്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, കീവേഡ്സ് ക്യാനോട്ട് ബി യൂസ്ഡ് ആസ് ഐഡൻറ്റിഫയേഴ്സ്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു, കീവേഡ്സ് എന്ന് പറയുന്നത് ഓൾറെഡി റിസർവ്ഡ് വേർഡ്സ് ആണ്, ഓൾറെഡി അതിന് പർട്ടിക്കുലർ മീനിങ് ഉണ്ട്. സോ ആ കീവേഡ്സ് നമുക്ക് വീണ്ടും വേറൊരു പേരായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത്, അപ്പർ ആൻഡ് ലോവർ കേസ് ലെറ്റേഴ്സ് ആർ ട്രീറ്റഡ് ഡിഫറെൻ്റ്ലി. ദാറ്റ് ഈസ് C++ ഈസ് കേസ് സെൻസിറ്റീവ്. അപ്പോൾ അപ്പർ കേസും ലോവർ കേസും ഡിഫറെൻ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, വേറെ വേറെ ആയിട്ടായിരിക്കും അവിടെ എടുക്കുന്നത്. ഇത് വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഇതൊക്കെ കുറച്ച് വാലിഡ് ആയിട്ടുള്ള ഐഡൻറ്റിഫയേഴ്സ് ആണ്. ഇപ്പോൾ കൗണ്ട് എന്ന് പറയുന്നതിൽ നമ്മൾ നോക്കിയാൽ അറിയാം, വേറെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സോ അല്ലെങ്കിൽ വൈറ്റ് സ്പേസസോ കാര്യങ്ങളോ ഒന്നുമില്ല. കൗണ്ട് എന്ന് പറയുന്ന ഒരു കീവേഡ് അല്ല. അതുപോലെ തന്നെ ഇവിടുത്തെ ഫസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് അത് C ആണ്, അതൊരു ലെറ്ററാണ്, അവിടെയും പ്രശ്നമില്ല. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സം ഓഫ് ടു നമ്പേഴ്സ്. ഇതും വാലിഡ് ആയിട്ടുള്ള ഒരു ഐഡൻറ്റിഫയർ ആണ്. അപ്പോൾ ഇവിടെ ഇടയ്ക്ക് 2 എന്ന് വന്നതുകൊണ്ട് കുഴപ്പമില്ല, ഇത് ഇടയ്ക്കാണ്, ഫസ്റ്റ് വരാൻ പാടില്ല എന്നുള്ളൂ. ഡിജിറ്റ് ഏറ്റവും ആദ്യം വരാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ റൂള്. അതുപോലെ തന്നെ ഇവിടെ ഇടയ്ക്ക് സ്പേസോ
അല്ലെങ്കിൽ സ്പെഷ്യൽ ക്യാരക്ടറോ കാര്യങ്ങളോ ഒന്നുമില്ല, ഇതൊരു കീവേഡും അല്ല. സോ ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. ദെൻ അണ്ടർസ്കോർ ഫസ്റ്റ് റാങ്ക്, ഇതിലും വിഷയമില്ല, കാരണം ഫസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു അണ്ടർസ്കോർ ആയിരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അവിടെയും കുഴപ്പമില്ല. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം നമുക്ക് ഐഡൻറ്റിഫയർ എന്ന് പറയാം, വാലിഡ് ആയിട്ടുള്ള ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയാം. ദെൻ ഇൻവാലിഡ് ആയിട്ടുള്ളതിന് കുറച്ചൊരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ സം ഓഫ് ഡിജിറ്റ്സ് എന്നുള്ളതിൻ്റെ ഇവിടെ ഇടയ്ക്ക് നമ്മൾ സ്പേസ് ഇട്ട് കൊടുത്തേക്കണം. സം, ദെൻ ഒരു സ്പേസ്, ഓഫ്, അതിൻ്റെ സ്പേസ്, അതിന് ശേഷം ഡിജിറ്റ്സ്. ഇത് നമുക്കൊരു വാലിഡ് ഐഡൻറ്റിഫയർ ആണെന്ന് പറയാൻ പറ്റില്ല, കാരണം അവിടെ സ്പേസ് ഉപയോഗിച്ചിട്ടുണ്ട്. സ്പേസ് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ഇയർ എന്നുള്ളിടത്ത് ഈ ഫസ്റ്റ് ക്യാരക്ടർ ഇതൊരു ഡിജിറ്റാണ്, അപ്പോൾ അത് ഇൻവാലിഡ് ആണ്. നമുക്ക് ഫസ്റ്റ് ക്യാരക്ടർ ഒരിക്കലും ഡിജിറ്റ് ആകാൻ പാടില്ല, ഒരു ലെറ്റർ അല്ലെങ്കിൽ അണ്ടർസ്കോർ ആയിരിക്കണം. ദെൻ ഇവിടെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡോട്ട് ജാൻ, അവിടുത്തെ ഇൻവാലിഡ് ആവാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഡോട്ട് അതെന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ക്യാരക്ടറാണ്, അത് ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. ദെൻ ലോവർ കേസിൽ 4, ഇതെന്ന് പറയുന്നത് നമ്മുടെ C++ലെ ഒരു കീവേഡാണ്, ഒരു റിസർവ്ഡ് വേർഡാണ്. സോ ഇത് നമുക്ക് ഇൻവാലിഡ് ആണ്. അതേസമയം ഇവിടെ ക്യാപിറ്റൽ 4 ഉണ്ട്, അത് പ്രശ്നമല്ല, അത് വാലിഡാണ്. അതാണ് നമ്മളിവിടെ അവസാനം പറഞ്ഞ പോയിന്റ്. C++ എന്ന് പറയുന്നത് കേസ് സെൻസിറ്റീവ് ആണ്. അപ്പോൾ ലോവർ കേസിൽ 4 എന്നുള്ളത് ഇവിടുത്തെ കീവേഡാണ്, നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. പക്ഷേ അപ്പർ കേസിൽ 4 എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും, ഐഡൻറ്റിഫയറിൻ്റെ പേരായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നതാണ് ലിറ്ററൽസ്. അപ്പോൾ ലിറ്ററൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമുക്ക് ചില ഡേറ്റാസ് ഒരിക്കലും ചേഞ്ച് ചെയ്യില്ല. ഇപ്പോൾ ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ അയാളുടെ പേര്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരിക്കലും ചേഞ്ച് ചെയ്യില്ല. ഒരിക്കൽ അസൈൻ ചെയ്താൽ അത് തന്നെ ആയിരിക്കും അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡേറ്റാസിനെയാണ് നമ്മൾ ലിറ്ററൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിനേഷനായിട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. We use the type of tokens called literals to represent data items that never change their value during the program run. ഇത് പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വാല്യൂ ഒരിക്കലും ചേഞ്ച് ചെയ്യില്ല, നമ്മൾ ചേഞ്ച് ചെയ്യാൻ കൊടുത്താൽ പോലും ചേഞ്ച് ചെയ്യരുത്. അങ്ങനത്തെ ടൈപ്പ് വാല്യൂസിനാണ് നമ്മൾ ലിറ്ററൽസ് എന്ന് പറയുന്നത്. then ഇതിനെ നമ്മൾ കോൺസ്റ്റൻസ് എന്നും പറയാറുണ്ട്, അതായത് അതിൻ്റെ വാല്യൂ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇനി ലിറ്ററൽസ് നമുക്ക് 4 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻറ്റിജർ ലിറ്ററൽസ്. അതിപ്പോൾ ഇവിടുത്തെ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കാണിച്ചിരിക്കുന്ന നമ്പേഴ്സ്, ഇപ്പോൾ 707 അല്ലെങ്കിൽ -273 ഇങ്ങനെയുള്ള ഇൻറ്റിജർ നമ്പേഴ്സ്, ഇതിൻ്റെയൊക്കെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും ഇത് തന്നെയാണ്. ഇപ്പോൾ 707 അത് എപ്പോഴായാലും ആ നമ്പറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 707 തന്നെയാണ്, അതിന് മാറ്റം വരുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻറ്റിജർ ഡെസിമൽ വാല്യൂസ്, ഇത്തരത്തിൽ വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ ഇൻറ്റിജർ ലിറ്ററൽസ് എന്ന് പറയുന്നത്. ഡെഫിനേഷനായിട്ട് ഇവിടെ ഉണ്ട്. The tokens constituted only by digits are called integer literals and they are all numbers without fractional part. അവിടെ പോയിന്റ് ഉണ്ടാകാൻ പാടില്ല, ഒരു ഇൻറ്റിജർ നമ്പർ ആയിരിക്കണം, അത് മസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് an integer constant must have at least 1 digit and must not contain any decimal point. It may contain either plus or minus sign as the first character, which indicates whether the number is positive or negative. പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും വിഷയമില്ല. Then a number with no sign is treated as positive. No other characters are allowed. അതായത് പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള ഇൻറ്റിജർ നമ്പേഴ്സ്, പോയിന്റ് ഇല്ലാത്ത നമ്പേഴ്സ്, ഇതിനെയാണ് നമ്മൾ ഇൻറ്റിജർ ലിറ്ററൽസ് എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നതാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽസ്, അതായത് പോയിൻ്റ് ഉള്ള നമ്പേഴ്സ്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ 3.14, എപ്പോഴും അതിൻ്റെ വാല്യൂ 3.14 തന്നെ ആയിരിക്കും, മാറുന്നില്ല, അവിടെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതുപോലെ പോയിൻ്റ് ഉള്ള നമ്പേഴ്സ്, അവിടെ നമുക്ക് പ്ലസും മൈനസും വരാം, ഇത്തരത്തിലുള്ള നമ്പേഴ്സിനാണ് നമ്മൾ ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽസ് എന്ന് പറയുന്നത്. Floating point literals, also known as real constants, are numbers having fractional parts. അപ്പോൾ ഇതിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റിട്ടേൺ ഇൻ വൺ ഫോം, വേറൊരു പല രീതിയിൽ നമുക്കിതിനെ എഴുതാൻ സാധിക്കും, അതിനെക്കുറിച്ച് വരുന്നുണ്ട്. ദെൻ റിയൽ കോൺസ്റ്റൻറ്റ് ഇൻ fractional form consists of signed or unsigned digits including a decimal point between digits.
അപ്പോൾ ഇതിന് വേണ്ട റൂൾസ് ഇവിടെ താഴെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. A real constant in fractional form must have at least one digit and one decimal point. It may also have plus or minus signs. A real constant with no sign is assumed to be positive. അതായത് പ്ലസോ മൈനസോ ആവും, പോയിൻ്റ് ഉള്ള നമ്പേഴ്സ് ഇതെല്ലാം ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽസ് എന്നുള്ള ഒരു കാറ്റഗറിയിലായിരിക്കും വരുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു എക്സ്പോണൻഷ്യൽ ഫോമിലേക്ക് വേണമെങ്കിൽ നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ ഈ കാണിച്ചേക്കുന്നത്. എ റിയൽ കോൺസ്റ്റൻറ്റ് ഇൻ എക്സ്പോണൻഷ്യൽ ഫോം കൺസിസ്റ്റ് ഓഫ് ടു പാർട്സ്, മാൻഡിസ ആൻഡ് എക്സ്പോണൻറ്റ്. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇപ്പോൾ 5.8 ഇതിനെ വേണമെങ്കിൽ നമുക്ക് 0.58 ഇൻറ്റു 10⁻1 എഴുതാം. ഇതിനെ തന്നെ ഈ രീതിയിൽ മാറ്റി എഴുതാം. ദെൻ ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 0.58 എക്സ്പോണൻറ്റ് 1 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇതിൽ മാൻഡിസ എന്ന് പറയുന്നത് 0.58 ആണ്. അതായത് ഇക്ക് മുമ്പ് വരുന്ന പാർട്ടിനെ നമ്മൾ മാൻഡിസ എന്ന് വിളിക്കും. ദെൻ എക്സ്പോണൻറ്റ് പാർട്ടാണ് 1 എന്ന് പറയുന്നത്. അതായത് ഈ കഴിഞ്ഞിട്ട് വരുന്ന പാർട്ടിനെ നമ്മൾ എക്സ്പോണൻറ്റ് എന്ന് വിളിക്കും. അപ്പോൾ ഈ ഫോമിൽ നമുക്ക് എഴുതാൻ സാധിക്കും ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഉള്ള നമ്പറിന്. അപ്പോൾ ഇത്തരത്തിലുള്ള റെപ്രസെൻറ്റേഷനാണ് നമ്മൾ എക്സ്പോണൻഷ്യൽ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതണമെങ്കിൽ നമുക്ക് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. A real constant in exponent form has two parts, a mantissa and an exponent. The mantissa must be either an integer or a valid fractional form. The exponent is followed by letter E. അത് നമുക്ക് വേണമെങ്കിൽ ക്യാപിറ്റൽ ഇ അല്ലെങ്കിൽ സ്മോൾ ഇ ആക്കാൻ പറ്റും. ദെൻ ദ എക്സ്പോണൻറ്റ് മസ്റ്റ് ബി ആൻ ഇൻറ്റിജർ. ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചിട്ടായിരിക്കും നമുക്ക് എക്സ്പോണൻറ്റ് ഫോമിൽ എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നതാണ് ക്യാരക്ടർ ലിറ്ററൽസ്. അതായത് ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ചില ഫോംസിലൊക്കെ നമ്മൾ ജെൻഡർ എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എം അല്ലെങ്കിൽ എഫ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ഒരു സിംഗിൾ ക്യാരക്ടർ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ വെൻ വി റെഫർ എ സിംഗിൾ ക്യാരക്ടർ എൻക്ലോസ്ഡ് ഇൻ സിംഗിൾ കോഡ്സ് ദാറ്റ് നെവർ ചേഞ്ചസ് ഇറ്റ്സ് വാല്യൂ ഡ്യൂറിങ് ദ പ്രോഗ്രാം റൺ, വി കോൾ ഇറ്റ് എ ക്യാരക്ടർ ലിറ്ററൽ ഓർ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഒരു സിംഗിൾ ക്യാരക്ടർ ആയിരിക്കും, അത് സിംഗിൾ കോഡ്സിൽ എൻക്ലോസ്ഡ് ആയിരിക്കും. ഇങ്ങനെയുള്ളതിനാണ് നമ്മൾ ക്യാരക്ടർ ലിറ്ററൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓരോ ക്യാരക്ടർ ലിറ്ററലും കറസ്പോണ്ടിങ് ആയിട്ട് ഇതിൻ്റെ ആസ്കി വാല്യൂസും ഉണ്ടായിരിക്കും. ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ട് ഇപ്പോൾ സ്മോൾ ലെറ്റർ സി എന്ന് പറഞ്ഞാൽ ഈ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് ആസ്കി വാല്യൂ എന്ന് പറയുന്നത് 99 ആണ്. ദെൻ അതുപോലെ തന്നെ ഇവിടെ ക്യാപിറ്റൽ എയുടെ ആസ്കി വാല്യൂ എന്ന് പറയുന്നത് 65 ആണ്. അപ്പോൾ അത് ഓൾറെഡി അസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന വാല്യൂസാണ്. പിന്നെ ഇനി അടുത്തത് നമ്മൾ പറയുന്നത് എസ്കേപ്പ് സീക്വൻസ് എന്ന് പറഞ്ഞൊരു പോയിൻ്റാണ്. അതായത് C++ൽ ചില സർട്ടൺ നോൺ ഗ്രാഫിക് ക്യാരക്ടേഴ്സ് ഉണ്ട് വിച്ച് ക്യാൻ നോട്ട് ബി ടൈപ്പ് ഡയറക്ട്ലി ഫ്രം ദ കീബോർഡ്. നമുക്ക് ഡയറക്റ്റായിട്ട് അതിനൊരു കീ ഇല്ല നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റർ കീ അല്ലെങ്കിൽ ടാബ്, ബാക്ക് സ്പേസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് നോൺ ഗ്രാഫിക് സിമ്പിൾസ് ആണ്. അപ്പോൾ ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റെപ്രസെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് എസ്കേപ്പ് സീക്വൻസ് എന്ന് പറയുന്നത്, which consists of a backslash followed by one or more characters. It should be noted that even though escape sequence contain more than one character enclosed in single quotes, it uses only one corresponding ASCII code to represent it. That is why they are treated as character constants. ഈ ടേബിളിൽ നോക്കിയാൽ അറിയാം, ഇപ്പോൾ ഓഡിബിൾ ബെൽ, അതായത് നമ്മൾ ചില സിസ്റ്റത്തിൽ നിന്ന് ഒരു സൗണ്ട്, ഒരു അലേർട്ട് പോലെ കേൾക്കാറുണ്ട്, അത് ഒരു നോൺ ഗ്രാഫിക് ക്യാരക്ടറാണ്. അപ്പോൾ അത് നമുക്ക് ഡയറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നൊരു സീക്വൻസാണ് /A. ഇത് ഉപയോഗിച്ചാലാണ് നമുക്കത് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ ബാക്ക് സ്പേസ് ഇവിടെ കുറേ കാണിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ഈ /ബാക്ക്/ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഓൾറെഡി എസ്കേപ്പ് സീക്വൻസിനെ കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് അതവിടെ ഉപയോഗിക്കാൻ സാധിക്കില്ല. അതുപോലെ സിംഗിൾ കോഡ്സ്, ഡബിൾ കോഡ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിനൊക്കെ ഓൾറെഡി നമ്മുടെ C++ പ്രോഗ്രാമിൽ വേറൊരു മീനിങ് ഉള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് പ്രോഗ്രാമിലേക്ക് വരുത്തണം എന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് ഒരു / കൂടി ചേർക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള ഇതിനാണ് നമ്മൾ എസ്കേപ്പ് സീക്വൻസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നതാണ് സ്ട്രിംഗ് ലിറ്ററൽസ്. അതിലെ ലാസ്റ്റ് ടൈപ്പാണ്. അതായത്
ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ മോർ ദാൻ വൺ ക്യാരക്ടേഴ്സ്, അതിനാണ് നമ്മൾ സ്ട്രിംഗ് ലിറ്ററൽസ് എന്ന് പറയുന്നത്. എ സീക്വൻസ് ഓഫ് വൺ ഓർ മോർ ക്യാരക്ടേഴ്സ് എൻക്ലോസ്ഡ് വിത്തിൻ എ പെയർ ഓഫ് ഡബിൾ കോഡ്സ് ഈസ് കോൾഡ് സ്ട്രിംഗ് കോൺസ്റ്റൻറ്റ്. ഇപ്പോൾ ഒരാളുടെ പേര് അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ പേര് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സ് വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇത് ഡബിൾ കോഡ്സിനുള്ളിൽ എൻക്ലോസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളതിനെ സ്ട്രിംഗ് ലിറ്ററൽസ് എന്ന് പറയും. ഇതിൻ്റെ വാല്യൂ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് ചേഞ്ച് ചെയ്യില്ല. അപ്പോൾ ഇനി അടുത്ത ഒരു ടോക്കണാണ് പങ്ക്ച്വേറ്റേഴ്സ്. ഇപ്പോൾ നമുക്ക് പങ്ക്ച്വേഷൻ മാർക്കുകൾ എന്താണെന്നുള്ളത് അറിയാം. നമ്മുടെ ലാംഗ്വേജുകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പങ്ക്ച്വേഷൻ മാർക്കുകൾ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൂ ഡെവലപ്ഡ് C++, അതിനൊരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയുന്നത് ഒരു പങ്ക്ച്വേഷൻ മാർക്കാണ്. അതായത് ആ സെൻറ്റൻസിന് കൃത്യമായിട്ട് കുറച്ചും കൂടി ഒരു പെർഫെക്റ്റ് മീനിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള പങ്ക്ച്വേറ്റേഴ്സ്. സിമിലർലി നമ്മൾ C++ലും ഇതുപോലെ പങ്ക്ച്വേറ്റേഴ്സ് ഉണ്ട്. C++ also has some special symbols that have syntactic or semantic meaning to the compiler. These are called punctuators. അപ്പോൾ അതിന് എക്സാമ്പിളാണ് നമ്മുടെ ഹാഷ് സിമ്പിൾ, അതുപോലെ തന്നെ സെമി കോളൻ, കോഡ്സ്, ഡബിൾ കോഡ്സ്, ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രാക്കറ്റ്സ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ C++ൽ ഒരു പർട്ടിക്കുലർ മീനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. സിൻറ്റാറ്റിക് ആൻഡ് സെമാൻറ്റിക് മീനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന സിമ്പിൾസ് ആണ്. അപ്പോൾ ഡെഫിനിഷൻ ഇതുപോലെ തന്നെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് ടോക്കണാണ് ഓപ്പറേറ്റേഴ്സ്. ഇപ്പോൾ ഇതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്യുകയാണ്. ഇപ്പോൾ 5 + 3 നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഈ പ്ലസ് ഇത് നമ്മുടെ അഡീഷൻ ഓപ്പറേഷനാണ്. അതായത് പ്ലസ് എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യാനുള്ള ഓപ്പറേറ്റർ, അഡീഷൻ ഓപ്പറേഷനാണ്. അപ്പോൾ ഇതുപോലെ തന്നെ C++ൽ വളരെയധികം ഓപ്പറേറ്റേഴ്സ് അവൈലബിൾ ആണ്. ഈ ഓരോ ഓപ്പറേറ്ററും നമ്മൾ ഓരോ പർട്ടിക്കുലർ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. An operator is a symbol that tells the compiler about a specific operation. They are the tokens that trigger some kind of operation. The operator is applied on a set of data called operands. C++ provides different types of operators like arithmetic, relational, logical, assignment, conditional, etc. അപ്പോൾ അതായത് ഒരു പർട്ടിക്കുലർ ഓപ്പറേഷൻ ട്രിഗർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിളാണ് നമ്മൾ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ദെൻ ഈ ഓപ്പറേറ്റർ അപ്ലൈ ചെയ്യുന്ന സെറ്റ് ഓഫ് ഡാറ്റയാണ് നമ്മൾ ഓപ്പറാൻഡ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഈ എക്സാമ്പിൾ ആണെങ്കിൽ 5 + 3 എന്നുള്ള എക്സാമ്പിളാണെങ്കിൽ ഈ പ്ലസ് എന്ന് പറയുന്നതാണ് അവിടുത്തെ ഓപ്പറേറ്റർ. 5ഉം 3ഉം ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള ഡാറ്റ, അതിനാണ് നമ്മൾ ഓപ്പറാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ചാപ്റ്ററുകളിൽ വരുന്നുണ്ട്. അപ്പോൾ ഇനി ടോക്കൺസിന് ശേഷം ഈ ചാപ്റ്ററിൽ വരുന്ന അടുത്തൊരു ടോപ്പിക്കാണ് ഇൻറ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്, IDE. അതായത് നമ്മൾ C++ൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ പഠിച്ചു. പിന്നെ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത് ഇത്തരത്തിലുള്ള IDE എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറുകളുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. അപ്പോൾ C++ൽ പ്രോഗ്രാം നമുക്ക് ടൈപ്പ് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇത് കമ്പൈൽ ചെയ്യുക, ഇത് റൺ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്, ഇതിനുള്ള വേണ്ടിയുള്ള എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ പറയുന്ന IDE ആണ്. ദ കമ്പൈലേഴ്സ് സച്ച് ആസ് GCC, ടർബോ C++, Borland C++, അങ്ങനെയുള്ള കമ്പൈലേഴ്സൊക്കെയാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറ്. Compilers provide an integrated development environment IDE for developing C++ programs. Many of these IDEs provide facilities for typing, editing, searching, compiling, linking and executing C++ program. ഇപ്പോൾ ഈ ഡെഫിനിഷൻ പഠിച്ചു വെക്കണം എന്താണ് IDE എന്നുള്ളത്. ഇപ്പോൾ C++ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള ഈ പറഞ്ഞ പോലെ ടൈപ്പിംഗ്, എഡിറ്റിംഗ്, സെർച്ചിങ്, കമ്പൈലിംഗ്, ലിങ്കിങ്, എക്സിക്യൂട്ടിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്ന IDE എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് സോഫ്റ്റ്വെയർസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പം നിലവിൽ നമ്മളതിനകത്ത് യൂസ് ചെയ്യുന്നത് GCC വിത്ത് ജീനി IDE ആണ്. അപ്പോൾ അതിൽ GCC എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് GNU കമ്പൈലർ കളക്ഷൻ എന്നുള്ളതാണ്. C++ കമ്പൈലറിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരെണ്ണമാണ്. ദെൻ GCC വെർഷൻസ് ആർ അവൈലബിൾ ഫോർ വിൻഡോസ് പ്ലാറ്റ്ഫോം ഓൾസോ. അപ്പോൾ ഇത് ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് നമുക്ക് വിൻഡോസിലും ഇത് അവൈലബിൾ ആണ്. ഇത് ലിനക്സിൻ്റെ ആണെങ്കിൽ പോലും വിൻഡോസിലും ഇത് അവൈലബിൾ ആണ്. Gene is a cross-platform IDE that works with GCC for writing, compiling and executing C++ programs.
അപ്പോൾ നമ്മൾ നിലവിൽ നമ്മുടെ ഈ 2 വർഷത്തെയും C++ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നത് ഈ GCC വിത്ത് ജീനി ഐഡിയയിലായിരിക്കും. അപ്പോൾ ഇതിൽ വെച്ചിട്ട് എങ്ങനെ നമുക്ക് പ്രോഗ്രാം ചെയ്യാം എന്നുള്ളതിൻ്റെ സ്റ്റെപ്പ് വൈസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ടെക്സ്റ്റിൽ കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീനിയുടെ വിൻഡോ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ജീനി നമുക്ക് എടുക്കാനായിട്ട് ആപ്ലിക്കേഷൻസിൽ പ്രോഗ്രാമിങ്ങിൽ ജീനി എന്നെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ എഡിറ്റർ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലായിരിക്കും ഈ ജീനിയുടെ വിൻഡോ ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇതിന് ശേഷം നമുക്ക് ഇത്തരത്തിൽ വരുന്ന വിൻഡോയിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഫയലിൽ ന്യൂ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പുതിയ ഡോക്യുമെൻറ്റ് നമുക്ക് ലഭിക്കും. ഇതിലായിരിക്കും നമ്മൾ നമ്മുടെ പ്രോഗ്രാം ടൈപ്പ് ചെയ്യുന്നത്. ഇനി ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം സേവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫയൽ നെയിമിൻ്റെ കൂടെ എക്സ്റ്റൻഷനായിട്ട് .cpp എന്നുള്ളത് ചേർക്കണം. എന്നാൽ മാത്രമാണ് ഈ GCC കൃത്യമായിട്ട് ഈ പ്രോഗ്രാമിനെ ബാക്കി കമ്പൈലിങ് എക്സിക്യൂഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുകയുള്ളൂ. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു ഫയൽ നെയിമും ഉണ്ടായിരിക്കണം, അതുപോലെ ഈ കൃത്യമായിട്ടുള്ള എക്സ്റ്റൻഷനും അവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ കൃത്യമായിട്ടുള്ള എക്സ്റ്റൻഷൻ കൊടുത്ത് സേവ് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ടോക്കൺസിന് കാര്യങ്ങൾക്കൊക്കെ കളർ ചേഞ്ചസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി വരും, നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട്. അപ്പോൾ ഇവിടെ ഒരു സാമ്പിൾ നമ്മുടെ ഒരു C++ പ്രോഗ്രാം തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് ടൈപ്പ് ചെയ്തേക്കുന്ന ഒരു ഫിഗറാണ് ഇവിടെ താഴെ കാണിച്ചേക്കുന്നത്. ഇവിടെ നമ്മൾ നമ്മുടെ പ്രോഗ്രാം ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ പ്രോഗ്രാം സേവ് ചെയ്യാനുള്ള സ്റ്റെപ്പാണ് ഇവിടെ താഴെ പറഞ്ഞിരിക്കുന്നത്. ഫയലിൽ സേവ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക, അല്ലെങ്കിൽ Ctrl+S പ്രിൻറ്റ് ചെയ്യുക നമ്മുടെ കീബോർഡിൽ. അതിനുശേഷം പേര് കൊടുക്കുക. അപ്പോൾ ഇവിടെ വെൽക്കം എന്നാണ് പേര് കൊടുത്തേക്കുന്നത്. എക്സ്റ്റൻഷനായിട്ട് .cpp കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ welcome.cpp എന്ന് കൊടുത്ത് സേവ് ചെയ്ത് കഴിയുമ്പോൾ ഇത്തരത്തിൽ നമ്മുടെ പ്രോഗ്രാമിൻ്റെ കളർ ഓട്ടോമാറ്റിക്കലി മാറും. അത് ഓരോ ടോക്കൺസിനനുസരിച്ച് ഇവിടെ കളർ ചേഞ്ച് ആയിട്ട് വരും. ഇനി പ്രോഗ്രാം സേവ് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പൈലിംഗ് ആൻഡ് ലിങ്കിങ് ആണ്. അപ്പോൾ കമ്പൈൽ ചെയ്യാനായിട്ട് ഇതിൽ തന്നെ ബിൽഡ് എന്ന് പറഞ്ഞ മെനുവിൽ കമ്പൈൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം കമ്പൈലാകും. കമ്പൈലിംഗ് എന്താണെന്നുള്ള ഓൾറെഡി നമ്മൾ പറഞ്ഞാണ്. എറേഴ്സ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പൈലർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും എറേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വിൻഡോയുടെ താഴെയായിട്ട് ഡിസ്പ്ലേ ചെയ്യും. എറേഴ്സ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ സക്സസ്ഫുൾ കമ്പൈലേഷൻ ആണെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രോഗ്രാമിനെ ലിങ്ക് ചെയ്യുക എന്നുള്ളത്. ലിങ്ക് ചെയ്യാനായിട്ട് ഇതേ തന്നെ ബിൽഡ് മെനുവിൽ ബിൽഡ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആ ലിങ്കിങ് കൂടെ കഴിയുമ്പോഴാണ് നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂഷന് റെഡിയാകുന്നത്. അപ്പോൾ ടൈപ്പിങ്ങിന് ശേഷം സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം നമ്മൾ കമ്പൈലിംഗ് ആൻഡ് ലിങ്കിങ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെല്ലാം ബിൽഡ് എന്ന് പറഞ്ഞ മെനുവിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് ഉള്ളത്. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് സ്റ്റെപ്പാണ് ഇതിൻ്റെ റണ്ണിങ് ഓർ എക്സിക്യൂട്ടിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രോഗ്രാം നിലവിൽ എക്സിക്യൂഷൻ റെഡിയാണ്. ആ പ്രോഗ്രാം റൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിൽഡ് മെനുവിൽ എക്സിക്യൂട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഷോർട്ട് കട്ടാണ് F5 എന്നുള്ള ഫംഗ്ഷൻ കീ പ്രസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ചെയ്തു വെച്ച നമ്മുടെ സോഴ്സ് കോഡ് നമ്മൾ കമ്പൈൽ ചെയ്ത് വെച്ച ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ആകുന്നു. അതിനുശേഷം വേറൊരു സെപ്പറേറ്റ് വിൻഡോയിലായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നത്. ഇതിന് ശേഷം നമുക്ക് നമ്മുടെ IDE ക്ലോസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഫയലിൽ നിന്ന് നമുക്ക് എടുത്തിട്ട് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് വേറൊരു പുതിയ പ്രോഗ്രാം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫയലിൽ ന്യൂ എടുത്തിട്ട് പുതിയ പ്രോഗ്രാം ടൈപ്പ് ചെയ്യാൻ സാധിക്കും. ക്ലോസ് ചെയ്യാനായിട്ട് ഫയലിൽ നമ്മൾ ക്വിറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇത് നമ്മൾ പ്രോഗ്രാമൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കത് കൃത്യമായിട്ട് ഈ ഒരു ജീനി IDയുടെ വർക്കിംഗ് നമുക്ക് കിട്ടും. അപ്പോൾ നേരത്തെ പറഞ്ഞ ബിൽഡ് എന്ന് പറഞ്ഞ മെനു ഇവിടെയാണുള്ളത്. ഈ സ്റ്റെപ്പുകൾ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് പറയാം. ആദ്യം നമ്മൾ ജീനി ഓപ്പൺ ചെയ്യുക. ഇതിൽ ഫയലിൽ ന്യൂ എടുത്ത് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം സേവ് ചെയ്യുക. സേവ് ചെയ്യുന്ന സമയത്ത് എക്സ്റ്റൻഷൻ .cpp എന്ന് കൊടുക്കുക. അതിനുശേഷം ബിൽഡ് മെനുവിൽ ആദ്യം കമ്പൈൽ കൊടുക്കുക. ബിൽഡ് മെനുവിൽ ഒന്ന് ബിൽഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക, പ്രോഗ്രാം ലിങ്ക് ചെയ്യുക. അതിനുശേഷം ബിൽഡ് എന്നുള്ള മെനുവിൽ എക്സിക്യൂട്ട് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോഴായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു 4ാമത്തെ ചാപ്റ്ററിൽ ഉള്ളത്.